ഹായ് സ്റ്റുഡൻസ്, ഞാൻ രജി വിനോദ്. വെൽക്കം ടു ശ്രീ പവിത്ര അക്കാഡമി ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് GST അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. GST അക്കൗണ്ടിങ് 11th ക്ലാസ് പിന്നെ CA ഫൗണ്ടേഷൻ സിലബസിലുണ്ട്. അത് ജേണൽ എൻട്രിയുടെ പാർട്ടായിട്ടാണ് വരുന്നത്. സോ GST എന്ന് പറയുന്നത് ഒരു വലിയ സബ്ജക്റ്റാണ്. ഞാൻ അതിൽ GST അക്കൗണ്ടിങ് ഏതാണ് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. സോ GST അക്കൗണ്ടിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ വാട്ട് ഈസ് എ GST? GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ്. ദാറ്റ് ഈസ് ടാക്സ് ഈസ് ലെവീഡ് അറ്റ് ദ പ്ലേസ് വെയർ ദ ഗുഡ്സ് ആൻഡ് സർവീസ് ആർ കൺസ്യൂംഡ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ആരാണോ ഗുഡ്സ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് അവരാണ് ടാക്സ് അടയ്ക്കേണ്ടത്. സോ ലയബിലിറ്റി ആർക്കാണ് വരുന്നത്? എൻഡ് യൂസർ എന്ന് വെച്ചാൽ ആരാണ് യൂസ് ചെയ്യുന്നത് അവർക്ക് ലയബിലിറ്റി വരും. ആൻഡ് ഈ റവന്യൂ കളക്ട് ചെയ്യുന്ന റവന്യൂ ഏത് സ്റ്റേറ്റിലാണോ ഗുഡ്സ് യൂസ് ചെയ്യുന്നത് ആ സ്റ്റേറ്റിന് ലഭിക്കുകയും ചെയ്യും. സോ അതാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ. GST എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ് ആണ്. GST ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ്. രണ്ട് തരം ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ്, ഡയറക്റ്റ് ടാക്സ്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇൻകം ആർക്കാണോ കിട്ടുന്നത് അവർ തന്നെ ടാക്സ് അടയ്ക്കണം. പക്ഷേ ഇൻകം ഏൺ ചെയ്യുന്ന ആൾ തന്നെ ടാക്സ് അടയ്ക്കണം. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ പർച്ചേസ് ചെയ്യുന്ന ബയ്യർ ടാക്സ് കൊടുക്കണം. പക്ഷേ അത് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിൽ അടയ്ക്കുന്നത് ഇനിയൊരാൾ, പക്ഷേ സെല്ലറാണ്. സോ വിൽക്കുന്ന ആൾ ഗവൺമെൻറ്റിൽ ടാക്സ് അടയ്ക്കണം, പക്ഷേ ടാക്സ് കൊടുക്കുന്നത് പർച്ചേസ് ചെയ്യുന്ന ആൾ. So GST is an indirect tax, means liability to pay tax to government is on one person but the same is collected from buyer. So നമ്മളൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പം ടാക്സ് അടയ്ക്കാറുണ്ട്. സോ ആ ടാക്സ് നമ്മൾ കൊടുക്കുന്നത് സെല്ലറിനാണ്. സെല്ലർ അത് കളക്ട് ചെയ്ത് ഗവൺമെൻറ് അടയ്ക്കണം. സോ നമ്മൾ അത് ഇൻഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണെന്ന് പറയുന്നത്. GST is levied on supply of goods or services. GSTയിൽ ടാക്സബിൾ ഈവൻറ്റ് എന്ന് പറയുന്നത് സപ്ലൈ ആണ്. സപ്ലൈ എന്ന് പറയുന്നത് മാനുഫാക്ചർ അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് കൊടുക്കൽ, ഇതെല്ലാം സപ്ലൈയുടെ ഡെഫിനിഷനിൽ വരും. സോ സപ്ലൈ ഈസ് ദി ടാക്സബിൾ ഈവൻറ്റ് ഇൻ GST എന്ന് പറഞ്ഞാൽ GSTയിൽ ടാക്സ് കൊടുക്കാനുള്ള ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ആവുന്നത് സപ്ലൈ നടക്കുമ്പോഴാണ്. അതാണ് GST ഈസ് ലെവിഡ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് എന്ന് പറയുന്നത്. സോ GST അക്കൗണ്ടിങ്ങിൽ ജസ്റ്റ് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. അക്കൗണ്ടിങ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതൊന്നും ആവശ്യമില്ല. നെക്സ്റ്റ്, ഇതാണ് ഒരു ഇൻവോയ്സ്. ഇതൊരു പർച്ചേസ് ബിൽ പോലെയാണ്. സോ ഇതിനകത്ത് സെല്ലർ ഗുഡ്സ് വിൽക്കുന്ന ആൾ ഉത്തർപ്രദേശിലും വാങ്ങിച്ച ആൾ ഉത്തർപ്രദേശിലും. സോ അതിനകത്ത് SGST CGST നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഇൻവോയ്സിൽ വിൽക്കുന്ന ആൾ മഹാരാഷ്ട്ര, വാങ്ങിക്കുന്ന ആൾ തമിഴ്നാടു. ഇവിടെ IGST ആണ് കൊടുത്തിരിക്കുന്നത്. സോ CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, IGST എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് GSTയിൽ. അതെന്താണെന്ന് നോക്കാം. സോ സപ്ലൈ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. വൺ ഈസ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്ന ആളും വിൽക്കുന്ന ആളും ഒരേ സ്റ്റേറ്റിൽ തന്നെ ഉണ്ടാവും. അതിനെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയും. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയിൽ രണ്ട് തരം ടാക്സ്, CGST ഉണ്ട്, SGST ഓർ UTGST. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അത് ചാർജ് ചെയ്യുന്നതും അതിനെ കളക്ട് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെൻറ്. SGST UTGST ചാർജ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ്. UTGST എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറി GST. സോ യൂണിയൻ ടെറിട്ടറി GST ആർക്ക് ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറീസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ലെജിസ്ലേച്ചർ ഉള്ളതും ഇല്ലാത്തതും. ലെജിസ്ലേച്ചർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് സ്വന്തമായിട്ടൊരു അസംബ്ലി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഡൽഹിയിൽ അവിടെ സെപ്പറേറ്റ് ഇലക്ഷൻ വയ്ക്കുകയും അവിടെ ഒരു ഗവൺമെൻറ് സെപ്പറേറ്റ് ഉണ്ട്. സോ അങ്ങനെയുള്ള യൂണിയൻ ടെറിട്ടറീസ്
സെപ്പറേറ്റ് ലെജിസ്ലേച്ചറുള്ള യു ടി ആണ്. സോ അങ്ങനെയുള്ള യു ടിയിൽ UT/GST ആപ്ലിക്കബിൾ ആകത്തില്ല, ഓൺലി SGST ആപ്ലിക്കബിൾ ആകും. സോ SGST എവിടെയാണെന്ന് പറഞ്ഞാൽ ഓൾ അതർ സ്റ്റേറ്റ്സ്, വേറെ സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറി വിത്ത് ലെജിസ്ലേച്ചർ അവിടെ SGST ആപ്ലിക്കബിൾ ആകും. UT/GST എവിടെ ആപ്ലിക്കബിൾ ആകുന്നെന്ന് പറഞ്ഞാൽ ലെജിസ്ലേച്ചർ ഇല്ലാത്ത സ്ഥലം എന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് സെൻട്രൽ ഗവൺമെൻറ് തന്നെ അവിടെ ഭരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ അതൊക്കെ UTs ആണ്, പക്ഷേ അവിടെ പ്രത്യേകമായിട്ടൊരു അസംബ്ലി ഇരിക്കത്തില്ല. സോ അവിടെയൊക്കെ CGSTയും UT/GSTയും ആപ്ലിക്കബിൾ ആവും. അതർ മറ്റുള്ള സ്റ്റേറ്റുകളിലും UT വിത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള സ്ഥലത്ത് CGSTയും SGSTയും ആപ്ലിക്കബിൾ ആണ്. സോ ഇൻട്രാ-സ്റ്റേറ്റ് സെയിൽസിൽ CGST SGST ആപ്ലിക്കബിൾ ആണ്. ഇൻട്രാ-സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ സ്റ്റേറ്റിൽ തന്നെ വാങ്ങിക്കുന്ന ആളും വിൽക്കുന്ന ആളും ഉണ്ടാവും. ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്ന ആളും വിൽക്കുന്ന ആളും ഒരേ സ്റ്റേറ്റിലിരിക്കത്തില്ല. വാങ്ങിക്കുന്ന ആൾ ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ വിൽക്കുന്ന ആൾ ഇനി ഒരു സ്റ്റേറ്റിലായിരിക്കും. സോ അങ്ങനെയുള്ള സപ്ലൈക്ക് ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയും. അങ്ങനെയുള്ള സപ്ലൈയിൽ IGST ആണ് ആപ്ലിക്കബിൾ ആവുന്നത്. IGST എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് GST, അത് ലെവീഡ് ആൻഡ് കളക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് ആണ് അത് ചാർജ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും. സോ നമ്മൾ മുൻപ് കണ്ട 2 ഇൻവോയ്സിൽ ഫസ്റ്റ് ഇൻവോയ്സ് ഇതിൽ പർച്ചേസറും സെല്ലറും ബയറും ഒരേ സ്റ്റേറ്റിലാണ്, അതായത് ഉത്തർപ്രദേശിൽ തന്നെ. സോ അതിന് ആപ്ലിക്കബിൾ ആവുന്നത് SGSTയും CGSTയുമാണ്. ഇവിടെ CGST ആപ്ലിക്കബിൾ ആയത് CGST SGST എന്താണെന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ടാണ്. ഇതിപ്പോൾ ഉത്തർപ്രദേശ് അവിടെ ലക്ഷദ്വീപ് എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അവിടെ UT/GST ആപ്ലിക്കബിൾ ആകുമായിരുന്നു. നെക്സ്റ്റ് ഈ ബില്ലിലാണെങ്കിൽ മഹാരാഷ്ട്ര, സെല്ലർ മഹാരാഷ്ട്രയിലുണ്ട്, ബയർ തമിഴ്നാട്. സോ 2 ഡിഫറെൻറ്റ് സ്റ്റേറ്റ് വന്നതുകൊണ്ടാണ് ഇവിടെ IGST ആപ്ലിക്കബിൾ ആകുന്നത്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് GST അക്കൗണ്ടിങ്ങിൽ. ടൈപ്സ് ഓഫ് GST: CGST, SGST ഓർ UT/GST, IGST. ഇനി ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് ടാക്സ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് നമുക്ക് 3 ആൾക്കാരുണ്ട്: മാനുഫാക്ചറർ, ട്രേഡർ, കൺസ്യൂമർ. മാനുഫാക്ചറർ പറഞ്ഞാൽ ഏതെങ്കിലും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൾ. ട്രേഡർ എന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ച് ഒരു ബിസിനസ് പോലെ, ഒരു ഷോപ്പ് പോലെ വയ്ക്കും. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പോയി വാങ്ങിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൊബൈൽ ഫോൺ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി നമ്മൾ ഡയറക്റ്റ് പോയി അവിടെ നിന്ന് വാങ്ങിക്കത്തില്ല, നമ്മളൊരു ഷോപ്പിൽ പോയി വാങ്ങിക്കും. സോ അവർ ട്രേഡർ ആയിരിക്കും. കൺസ്യൂമർ എന്ന് പറയുന്നത് നമ്മൾ പോയി ട്രേഡറിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാർ കൺസ്യൂമർ എന്ന് പറയുന്നത് എൻഡ് യൂസറാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്ന ആൾക്കാരാണ് കൺസ്യൂമർ. സോ മാനുഫാക്ചറർ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ആൾക്കാർ. സോ ഇപ്പോൾ ഈ എക്സാമ്പിൾ, ഞാനൊരു മൊബൈൽ ഫോൺ മാനുഫാക്ചറർ മിസ്റ്റർ എക്സ് മൊബൈൽ ഫോൺ, ഒരു 10,000 രൂപയുടെ മൊബൈൽ ഫോൺ 10% GST കൊടുത്ത് GST കളക്ട് ചെയ്ത് ട്രേഡർ വൈക്ക് വിറ്റു. ട്രേഡർ വൈ സോ എത്ര കൊടുക്കണം എക്സിന്? 10,000 റുപ്പീസ് പ്ലസ് 10%, അതിൻ്റെ 10% GSTയും ചേർത്ത് 11,000 കൊടുക്കണം. അതുപോലെ തന്നെ ഈ ട്രേഡർ അതേ 10,000 വർത്ത് മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ട് 2,000 രൂപ അയാളുടെ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്ത് 12,000 റുപ്പീസിന് 10% GST ചാർജ് ചെയ്ത് കൺസ്യൂമറിന് വിറ്റു. കൺസ്യൂമറിൻ്റെ പേര് സെഡ്. സോ സെഡ് എത്ര കൊടുക്കണം വൈക്ക്? 12,000 പ്ലസ് 10% GST മീൻസ് 1,200 റുപ്പീസ്. സോ 12,000 രൂപ പ്ലസ് 1,200 രൂപ GSTയും ചേർത്ത് 13,200 രൂപയാണ് കൺസ്യൂമർ ട്രേഡർക്ക് കൊടുക്കുന്നത്. സോ ഈ കേസിൽ മാനുഫാക്ചറർ ട്രേഡറിൻ്റെ അടുത്ത് നിന്ന് 11,000 രൂപ വാങ്ങിച്ചു, അതിനകത്ത് 1,000 രൂപ GST ആണ്. ട്രേഡർ കൺസ്യൂമറുടെ അടുത്ത് നിന്ന് 13,200 റുപ്പീസ് വാങ്ങിച്ചു, അതിൽ 1,200 രൂപ GST. സോ ഈ കേസിൽ മാനുഫാക്ചറർ 1,000 രൂപ ആർക്ക് കൊടുക്കണം? 1,000 രൂപ GST ഗവൺമെൻറ്റിൽ അടയ്ക്കേണ്ടതാണ്. സോ ആ ഗവൺമെൻറ്റിൽ അടയ്ക്കേണ്ട ടാക്സിന് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറയും. സോ മാനുഫാക്ചറർ എക്സ് എന്ന് പറയുന്നതിൽ 10,000 അയാളുടെ പൈസ, പക്ഷേ 1,000 രൂപ എന്ന് പറയുന്നത് അയാൾ കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിൽ അടയ്ക്കണം. സോ 1,000 രൂപ എന്ന് പറഞ്ഞാൽ അയാളുടെ ലയബിലിറ്റി. അതിന് പറയുന്ന പേരാണ് ഔട്ട്പുട്ട് ടാക്സ്. സോ ഔട്ട്പുട്ട് ടാക്സ് ഈസ് GST ചാർജ്ഡ് ഓൺ സപ്ലൈ, ദാറ്റ് ഈസ് 1,000 എമൗണ്ട് പെയ്ഡ് ടു ഗവൺമെൻറ്. ട്രേഡർ ആണെങ്കിൽ അവിടെ 2 തരം ടാക്സാണ് ട്രേഡറിന് വരുന്നത്. ഒന്ന്, 1,000 രൂപ അയാൾ മാനുഫാക്ചറിന് കൊടുത്തു. സോ ഇൻപുട്ട് ടാക്സ് എന്ന് പറയാം അതിനെ. എന്ന് വെച്ചാൽ
ഈ മൊബൈൽ ഫോൺ വാങ്ങിച്ച സമയത്ത് 11,000 രൂപ ട്രേഡർ വൈ എക്സിന് കൊടുത്തു. അതിൽ 1,000 രൂപ എന്ന് പറയുന്നത് അയാൾ കൊടുത്ത ടാക്സ് ആണ്. ആ ടാക്സ് അയാൾ ഇൻപുട്ട് ടാക്സ് എന്ന് പറയും. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഈസിലി ഓർത്ത് വയ്ക്കാൻ വേണ്ടി പർച്ചേസ് എന്ന് വെച്ചാൽ ഒരു ഗുഡ്സ് അയാളുടെ ബിസിനസ്സിൽ ഇന്നാകുന്ന സമയത്ത് സോ ഇൻപുട്ട് എന്ന് പറയാം. ഇൻപുട്ട് ടാക്സ് അയാൾ 1,000 രൂപ കൊടുത്തു. അറ്റ് ദ സെയിം ടൈം അയാൾ അത് കൺസ്യൂമറിന് വിറ്റപ്പം കൺസ്യൂമറിൻ്റെ അടുത്ത് നിന്ന് 1,200 രൂപ ടാക്സ് കളക്ട് ചെയ്തു. മീൻസ് 12,000-ൻ്റെ 10% 1,200 രൂപ കളക്ട് ചെയ്തു. സോ അയാൾ കളക്ട് ചെയ്ത പൈസ ഔട്ട്പുട്ട് ടാക്സ് അത് 1,200 രൂപയാണ്. സോ ട്രേഡറിന് 2 തരം അക്കൗണ്ടിങ് ചെയ്യണം. ഒന്ന് ഇൻപുട്ട് ടാക്സ് ചെയ്യണം, ഔട്ട്പുട്ട് ടാക്സ് ചെയ്യണം. മാനുഫാക്ചറിന് ഒരെണ്ണം ചെയ്താൽ മതി, ഔട്ട്പുട്ട് ടാക്സ് മാത്രം. കൺസ്യൂമറിനാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ അയാൾ യൂസ് ചെയ്യുന്നതാണ്, അയാൾക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. സോ മാനുഫാക്ചറർ ഔട്ട്പുട്ട് ടാക്സ് അക്കൗണ്ടിങ് ചെയ്യണം, ട്രേഡർ ഇൻപുട്ട് ടാക്സ് ഔട്ട്പുട്ട് ടാക്സ് ചെയ്യണം. സോ ട്രേഡറിൻ്റെ കേസിൽ ഈ ഇൻപുട്ട് ടാക്സ് അയാൾ 1,000 രൂപ കൊടുത്തു, ഓൾറെഡി 1,200 രൂപ കളക്ട് ചെയ്തു. ഇത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഓൾറെഡി അയാൾക്ക് ലയബിലിറ്റി വരുന്നത് 1,200 രൂപ. ഗവൺമെൻറ്റിന് അയാൾ 1,200 രൂപ അടയ്ക്കണം. പക്ഷേ 1,000 രൂപ അയാൾ ഓൾറെഡി മാനുഫാക്ചറിന് കൊടുത്തത് കൊണ്ട് 1,200 നിന്ന് 1,000 രൂപ മൈനസ് ചെയ്തിട്ട് 200 രൂപ ഗവൺമെൻറ്റിൽ അടച്ചാൽ മതി. അതിനാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയും അതിന്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. സോ ഇൻപുട്ട് ടാക്സിൻ്റെ പ്രയോജനം എന്താണെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് ഔട്ട്പുട്ട് ടാക്സ്. സോ ഈ കേസിൽ 200 രൂപയാണ് ഇയാളുടെ ആക്ച്വൽ ലയബിലിറ്റി ടു ദ ഗവൺമെൻറ്റിന് ഇപ്പോൾ 200 രൂപ അടച്ചാൽ മതി. കൺസ്യൂമർ സെഡ് ആണെന്ന് പറഞ്ഞാൽ ഇയാളാണ് ലാസ്റ്റ് ടാക്സ് പെയർ. സോ നമ്മളെല്ലാം വാങ്ങിക്കുന്ന സാധനത്തിന് ആക്ച്വലി ടാക്സ് കൊടുക്കുന്നത് അത് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്നതാണ്. സോ അൾട്ടിമേറ്റ് ടാക്സ് പെയർ എന്ന് പറയുന്നത് കൺസ്യൂമർ സെഡ്. സോ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് എത്രയാണെന്ന് പറഞ്ഞാൽ ഇയാൾ കൊടുത്തത് 12,000 രൂപ അയാളുടെ പർച്ചേസ് പ്രൈസോ അതിൻ്റെ കൂടെ GST 1,200 രൂപയും കൊടുത്തു, 13,200 രൂപ കൊടുത്തു. ആ 13,200 രൂപയിൽ 1,200 രൂപ ഗവൺമെൻറ്റിന് പോയി. അതെങ്ങനെ പോയെന്ന് പറഞ്ഞാൽ 1,000 രൂപ മാനുഫാക്ചറർ അടച്ചു, 200 രൂപ ട്രേഡർ അടച്ചു. സോ മൊത്തത്തിൽ 1,200 രൂപ ഗവൺമെൻറ്റിന് കിട്ടി. പക്ഷേ കൊടുത്ത ആളാരാണ്? കൺസ്യൂമർ സെഡ്. സോ സെഡ് ഇൻഡയറക്റ്റ്ലി ഗവൺമെൻറ്റിന് കൊടുത്തു. സോ അങ്ങനെ ഇൻഡയറക്റ്റ്ലി കൊടുത്തത് കൊണ്ടാണ് ഇത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. വെച്ചാൽ ഡയറക്റ്റ്ലി അയാൾ കൊടുത്തില്ല ഗവൺമെൻറ്റിന്, ഡയറക്റ്റ്ലി അയാൾ ട്രേഡർക്ക് കൊടുത്തു, ട്രേഡർ കുറച്ച് മാനുഫാക്ചറിന് കൊടുത്തു. സോ മാനുഫാക്ചറർ ഗവൺമെൻറ്റിന് കൊടുത്തു, ട്രേഡർ ഗവൺമെൻറ്റിന് കൊടുത്തു. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. സോ മൊത്തത്തിൽ ഗവൺമെൻറ് എത്ര ടാക്സ് കളക്ട് ചെയ്തു? 1,200 രൂപ കളക്ട് ചെയ്തു. അതിൽ 1,000 രൂപ മാനുഫാക്ചർ കൊടുത്തു, 200 രൂപ ട്രേഡർ കൊടുത്തു. സോ ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് ടാക്സ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അക്കൗണ്ടിങ് പർപ്പസ്. നെക്സ്റ്റ്, യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അണ്ടർ GST. ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. സോ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് കിട്ടിയ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഞാൻ മുമ്പ് പറഞ്ഞ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അത് ഫസ്റ്റ് എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് IGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഏതോ പർച്ചേസ് ചെയ്തപ്പം, ഞാനൊരു ട്രേഡറാണ്, ഞാൻ എന്തോ പർച്ചേസ് ചെയ്തപ്പോൾ IGST കൊടുത്തു. അത് ഞാൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റായി യൂസ് ചെയ്യാൻ വേണ്ടി റെക്കോർഡ് ചെയ്തു. പക്ഷേ IGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എനിക്ക് തോന്നിയ പോലെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. IGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് IGST ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യണം, സെറ്റ് ഓഫ് ചെയ്യാൻ യൂസ് ചെയ്യണം. എന്നിട്ടും മിച്ചം വരുന്നുണ്ടെങ്കിൽ അത് CGST അല്ലെങ്കിൽ SGST ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് IGST ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാൻ യൂസ് ചെയ്യണം, പിന്നെ CGST അല്ലെങ്കിൽ SGST ലയബിലിറ്റി. CGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണുള്ളതെങ്കിൽ ഫസ്റ്റ് അത് എന്ത് ചെയ്യണം? CGST ലയബിലിറ്റി തന്നെ സെറ്റ് ഓഫ് ചെയ്യണം. എന്നിട്ട് മിച്ചം ഉണ്ടെങ്കിൽ IGST ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാൻ യൂസ് ചെയ്യാം. SGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് SGST ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഉള്ളി IGST ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാം യൂസ് ചെയ്യാം. സോ ഈ എക്സ്പ്ലനേഷൻ എന്ത് മനസ്സിലാക്കാം? IGST ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതെല്ലാം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. IGST സെറ്റ് ഓഫ് ചെയ്യാം, CGST സെറ്റ് ഓഫ് ചെയ്യാം, SGST പക്ഷേ ഒരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് IGST തന്നെ ചെയ്യണം, ബാലൻസ് ഉണ്ടെങ്കിൽ CGST SGST ചെയ്യാം. പക്ഷേ CGST ഉണ്ടെങ്കിൽ ഓൺലി CGSTയും IGSTയും മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ, SGST സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. SGST ഉണ്ടെങ്കിൽ ഫസ്റ്റ് SGST ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്തിട്ട് മിച്ചം ഉണ്ടെങ്കിൽ IGST ചെയ്യാം. സോ CGST ചെയ്യാൻ പറ്റത്തില്ല. സോ CGSTയും SGST ലയബിലിറ്റി
SGST CGST ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ദാറ്റ് ഈസ് യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അണ്ടർ GST. ഞാൻ ഇനി ജേണൽ എൻട്രീസ് എഴുതുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഇതിന് ഒരു എക്സാമ്പിൾ മുമ്പ് പറഞ്ഞ പോലെ മാനുഫാക്ചർ എക്സ് ആണ്. അയാൾ സെയിൽ ചെയ്തു ട്രേഡർ വൈക്ക് 10,000 രൂപയുടെ ഒരു മൊബൈൽ ഫോൺ. അതിനകത്ത് CGST 5% 500, SGST 5% 500 രൂപ. സോ മൊത്തത്തിൽ അയാൾക്ക് എത്ര കിട്ടും? 11,000 rupees, 11,000 രൂപ അയാൾ കളക്ട് ചെയ്തു. അതിൽ 1,000 രൂപ CGST പ്ലസ് SGST രണ്ടും കൂടെ ചേർത്ത് 1,000 രൂപ ഗവൺമെൻറ്റിൽ അടയ്ക്കണം. ഇതിപ്പോൾ നമ്മൾ ജേണൽ എൻട്രി ആയിട്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, മാനുഫാക്ചർ എക്സിന് സെയിൽസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10,000 ഉള്ളൂ. പക്ഷേ വൈന്ന് എത്ര കളക്ട് ചെയ്യണം? 11,000. അപ്പം നമ്മൾ ഇയാൾക്ക് 11,000 എന്ന് പറഞ്ഞാൽ റിസീവബിൾ ആണ്, അല്ലെങ്കിൽ കൊടുത്തെങ്കിൽ അത് ബാങ്കിൽ വന്നിട്ടുണ്ടാവും. സോ നമ്മൾ ഫസ്റ്റ് റിസീവബിൾ ആണെങ്കിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യുമെന്ന് നോക്കാം. മിസ്റ്റർ വൈ ഇപ്പോൾ റിസീവബിൾ ആണെന്ന് വെച്ചാൽ വൈ ഇനി അത് കൊടുത്തിട്ടില്ല, അത് കിട്ടണം. എക്സിന് അത് കിട്ടണമെങ്കിൽ റിസീവബിൾ എന്ന് പറയും. റിസീവബിൾ എന്ന് പറയുന്നത് എക്സിന് ഒരു അസറ്റാണ്. സോ അസറ്റ് ആണെങ്കിൽ എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ്. സോ മിസ്റ്റർ വൈ അക്കൗണ്ട് ഡെബിറ്റ്. ഇനി കിട്ടിയെന്ന് വിചാരിക്കുക, വൈ അത് കൊടുത്തെങ്കിൽ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാം. സോ മിസ്റ്റർ വൈ അക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ടോട്ടൽ എമൗണ്ട് എത്ര വരണം? 11,000. അതിനകത്ത് സോ എന്തുകൊണ്ട് ഇത് ഡെബിറ്റ് ചെയ്തെന്ന് വെച്ചാൽ അത് അസറ്റ് ആയതുകൊണ്ടാണ്. ടു സെയിൽസ് 10,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻകം. ഒരു ഇൻകം ആയതുകൊണ്ട് ഇൻകത്തിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ ഉള്ളത് ഇനി റെക്കോർഡ് ചെയ്യാനുള്ളത് CGST SGST. അത് രണ്ടും മാനുഫാക്ചറർ കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിന് അടയ്ക്കണം. സോ മാനുഫാക്ചർക്ക് അതൊരു ലയബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് ആണ്. ലയബിലിറ്റി എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ അതിന് പറയുന്ന പേര് ഔട്ട്പുട്ട് CGST 500. എന്തിനാണെന്ന് ചോദിച്ചാൽ ലയബിലിറ്റി. ടു ഔട്ട്പുട്ട് SGST 500, അതും ലയബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. സോ ജേണൽ എൻട്രീസ് മിസ്റ്റർ വൈ അക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇതിലേതോ ഒന്നേ എഴുതാൻ പറ്റത്തുള്ളൂ. റിസീവബിൾ ആണെങ്കിൽ വൈ എഴുതണം, റിസീവ്ഡ് ആണെങ്കിൽ ബാങ്ക് എഴുതണം. ടു സെയിൽസ് ഔട്ട്പുട്ട് CGST ടു ഔട്ട്പുട്ട് SGST. നരേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ബീയിങ് സെയിൽ ഓഫ് ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ആൻഡ് ചാർജ്ഡ് CGST ആൻഡ് SGST ആൻഡ് 5% ഈച്ച്. ഇനി അടുത്തത് അയാൾ ചെയ്യാൻ പോകുന്നത് ഈ 1,000 രൂപ ഗവൺമെൻറ്റിൽ അടയ്ക്കണം. അടയ്ക്കുമ്പോഴത്തേക്ക് എന്താകും? ഇയാളുടെ ലയബിലിറ്റി ക്യാൻസലായി പോകും. ഇപ്പോൾ സോ ലയബിലിറ്റി എന്ന് പറയുന്ന ക്രെഡിറ്റ് ബാലൻസ് അല്ലേ. സോ ക്രെഡിറ്റ് ബാലൻസ് ക്യാൻസൽ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഔട്ട്പുട്ട് CGST അക്കൗണ്ട് ഡെബിറ്റ്. സോ എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തെന്ന് വെച്ചാൽ ലയബിലിറ്റി കുറഞ്ഞു. സോ ലയബിലിറ്റി റെഡ്യൂസ്ഡ്. ഔട്ട്പുട്ട് SGST അക്കൗണ്ട് ഡെബിറ്റ് 500 ടു ബാങ്ക്. എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തിയാൽ ബാങ്ക് വഴിയായിരിക്കും. സോ ബാങ്കിനെ നമ്മൾ കുറയ്ക്കണം. ബാങ്കിനെ എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തെന്ന് വെച്ചാൽ അസറ്റാണ് ബാങ്ക്, അത് റെഡ്യൂസ് ആയിപ്പോയി. അസറ്റ് റെഡ്യൂസ്ഡ്. സോ ബീയിങ് CGST ആൻഡ് SGST പെയ്ഡ് ടു ഗവൺമെൻറ്. നെക്സ്റ്റ് ഇതേ ട്രാൻസാക്ഷൻസ് ട്രേഡർ വൈ അക്കൗണ്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും നോക്കാം. സോ ട്രേഡർ വൈയുടെ ബുക്കിൽ അയാളൊരു ബയ്യറാണ്. ബയ്യർ എന്ന നിലയിൽ അയാൾ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു? മൊബൈൽ ഫോൺ 10,000 rupeesന് പർച്ചേസ് ചെയ്തു. CGST 5% 500 രൂപ, SGST 5% 500 രൂപ. സോ മൊത്തം എത്രയായി? 11,000 അയാൾ എക്സിന് കൊടുക്കണം. അയാളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്രയാണ്? അയാൾ കൊടുത്ത ടാക്സ് എത്രയാണ്? 1,000. 500 + 500 1,000. ഇത് അയാളുടെ ബുക്കിൽ എങ്ങനെ അക്കൗണ്ട് ചെയ്യും? അയാൾക്ക് ഇത് പർച്ചേസ് ആണ്. സോ പർച്ചേസ് എന്ന് പറയുന്നത് അയാൾക്കൊരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 10,000. CGST വെറുതെ എഴുതാൻ പാടില്ല. ഇൻപുട്ട് CGST അത് അയാൾക്കൊരു അസറ്റാണ്. എന്താണെന്ന് പറഞ്ഞാൽ അയാൾക്കത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ. സോ അയാൾക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എന്താണ്? അസറ്റ് എന്ന് പറയുന്നത് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ്. സോ ഇൻപുട്ട് CGST അക്കൗണ്ട് 500, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെബിറ്റ് 500 ടു മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സിനെ എപ്പോൾ ക്രെഡിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് പേയബിൾ എന്ന് വെച്ചാൽ അയാൾ ഇനിയും പൈസ കൊടുത്തിട്ടില്ല, പിന്നെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ മിസ്റ്റർ എക്സിൻ്റെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊരു ലയബിലിറ്റി. ബാങ്ക് അക്കൗണ്ടിനെ എപ്പോൾ ക്രെഡിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ പൈസ കൊടുത്തുവെങ്കിൽ. സോ മിസ്റ്റർ എക്സ് അക്കൗണ്ട് ഏതോ ഒരെണ്ണം എഴുതിയാൽ മതി. പേയബിൾ ആണെങ്കിൽ മിസ്റ്റർ എക്സ്, കൊടുത്തു എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട്. സോ പർച്ചേസ് ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെബിറ്റ്, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെബിറ്റ് ടു മിസ്റ്റർ എക്സ് അക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട് 11,000. Narration. Being goods purchased from Mr. X and CGST and SGST paid at 5% each. ഇവിടെ ഈ സമയത്ത് ഈ ടാക്സിൻ്റെ കാര്യത്തിൽ വേറെ പേയ്മെൻ്റ് ഒന്നും നടക്കാത്തതുകൊണ്ട് ഈ ഒരു എൻട്രി മതി. നെക്സ്റ്റ്
ആസ് എ സെല്ലർ മിസ്റ്റർ എ വൈയുടെ അക്കൗണ്ടിൽ തന്നെ അയാൾ ഗുഡ്സ് കൺസ്യൂമറിന് സെൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഫസ്റ്റ് സെയിൽ ടു കൺസ്യൂമർ എത്ര രൂപയ്ക്ക് വിറ്റു? 10,000 രൂപയുടെ മൊബൈൽ ഫോൺ 12,000 രൂപയ്ക്ക് അയാൾ വിറ്റു. CGST 5%, 12,000 രൂപയുടെ 5% 600 രൂപ. SGST 5%, 12,000 രൂപയുടെ 5% 600 രൂപ. സോ ടോട്ടൽ പ്രൈസ് എത്ര റിസീവ് ചെയ്ത അയാൾ? 13,200. അതിനകത്ത് അയാൾ മൊത്തം കളക്ട് ചെയ്തത് പൈസ 1,200. ടാക്സ് കളക്ട് ചെയ്തത് 1,200 രൂപ. പക്ഷേ മുമ്പ് അയാൾ ഇൻപുട്ട് ടാക്സ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ 1,000 രൂപ അയാൾ ഓൾറെഡി മിസ്റ്റർ എക്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെത്രയാണ്? 1,000 രൂപ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂസ് ചെയ്യാം. സോ അയാൾക്ക് ഇപ്പോൾ എത്ര ഗവൺമെൻറ്റിന് അടയ്ക്കണം? ഉള്ളി 200 രൂപ അടച്ചാൽ മതി. സോ ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യുമെന്ന് നോക്കാം. സോ മിസ്റ്റർ വൈ സെല്ലർ എന്ന് വെച്ചാൽ അതിൽ സെയിൽസ് ഉണ്ട്, CGST ഉണ്ട്, കളക്ട് ചെയ്തതുണ്ട്, ഇത് സെറ്റ് ഓഫ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സോ ഇതൊക്കെ റെക്കോർഡ് ചെയ്യണം. ഫസ്റ്റ് സെയിൽസ് എന്ന് പറയുന്ന ഇൻകം ആണ്. സോ ക്രെഡിറ്റ് ചെയ്യണം. അതിൽ 13,200 രൂപ കൺസ്യൂമർ സെഡിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തില്ല, ഇനി ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ സെഡിൻ്റെ പേര് എഴുതണം, ചെയ്തു എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് എഴുതണം. സോ ഇത് റിസീവബിൾ, ഇത് ഒരു അസറ്റ്, രണ്ടും അസറ്റ് ആയതുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. മിസ്റ്റർ സെഡ് അക്കൗണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 13,200. സെയിൽസ് അക്കൗണ്ട് 12,000 ഇൻകം. ഔട്ട്പുട്ട് CGST 600, അതൊരു ലൈബിലിറ്റി ആണ് അയാൾക്ക്. എന്ന് വെച്ചാൽ അയാൾ കളക്ട് ചെയ്തു. ക്രെഡിറ്റ് ടു ഔട്ട്പുട്ട് SGST 600. ഇത് രണ്ട് ലൈബിലിറ്റി ആയതുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആയതുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. നരേഷൻ ബീങ് സെയിൽ ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ചാർജ്ഡ് CGST ആൻഡ് SGST അറ്റ് 5% ഈച്ച്. ഇനി ഈ ഔട്ട്പുട്ട് SGST ഇയാൾ ഗവൺമെൻറ്റിന് അടയ്ക്കണം. ശരിക്കും പറഞ്ഞാൽ അത് കളക്ട് ചെയ്ത് അടയ്ക്കേണ്ടതാണ്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ഉള്ളതുകൊണ്ട് ഔട്ട്പുട്ട് SGST ഫസ്റ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെബിറ്റ് ചെയ്തു. പക്ഷേ അതിൽ ഇൻപുട്ട് ടാക്സ് CGSTയും ഇൻപുട്ട് SGSTയും ഉണ്ട്. അത് രണ്ടും സെറ്റ് ഓഫ് ചെയ്യണം. അതിനുള്ള ജേർണൽ എൻട്രിയാണിത്. ഔട്ട്പുട്ട് CGST എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രെഡിറ്റ് ചെയ്തു, ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് ചെയ്തു. ഇൻപുട്ട് CGST എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് എക്സാമ്പിളിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ആൻ അസറ്റ്. സോ ഈ ലയബിലിറ്റി ഒരു അസറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഔട്ട്പുട്ട് CGST ഇൻപുട്ട് CGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തു, ഔട്ട്പുട്ട് SGST ഇൻപുട്ട് SG ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തു. സോ ഇൻപുട്ട് ടാക്സ് അവിടെ തീർന്നു പോയി. ഇനി ഔട്ട്പുട്ട് ടാക്സ് ബാലൻസ് എത്രയുണ്ട്? 200. അത് ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിൽ അടയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് ടു ബാങ്ക് എന്ന് എടുത്തിരിക്കുന്നത്. സോ ജേർണൽ എൻട്രി, ഇത് സെറ്റ് ഓഫ് ജേർണൽ എൻട്രി ആൻഡ് പേയ്മെൻറ്റ് ജേർണൽ എൻട്രി. Being output GST liability set off against input GST paid and balance paid to government. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. രോഹിത് purchased goods from Sam for 40,000 at a trade discount of 10% plus CGST and SGST at 9% each. 20,000 was paid immediately and balance payable after 3 months. ഇവിടെ രോഹിത് എന്ന് പറയുന്ന ആൾ സാമിൻ്റെ അടുത്ത് നിന്ന് 40,000 രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു അറ്റ് എ ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് 10%. അതിന് CGST SGST 9%. സോ ഇറ്റ് ഇസ് ആൻ ഇൻട്രാസ്റ്റേറ്റ് സെയിൽസ് ആൻഡ് പർച്ചേസ് പ്രൈസ് ഈസ് 40,000. പക്ഷേ ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്നുള്ള കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് പറഞ്ഞാൽ ട്രേഡ് ഡിസ്കൗണ്ട് പർച്ചേസിൻ്റെ പാർട്ടാണ്. സോ ആ ബില്ലിൽ നമ്മൾ 40,000 എന്ന് പറയുന്ന പർച്ചേസ് ട്രേഡ് ഡിസ്കൗണ്ട് അതിൽ തന്നെ ലെസ് ചെയ്ത് കാണിക്കും. സോ 40,000 മൈനസ് 10% മീൻസ് 4,000 ലെസ് ചെയ്ത് 36,000 ആണ് മൊത്തം പർച്ചേസ് ആയിട്ട് കാണിക്കുന്നത്. ഇനിയൊരു ഡിസ്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് പേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കടക്കാർ നമുക്ക് തരുന്ന ഒരു ഡിസ്കൗണ്ട്, അത് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയും. അത് പർച്ചേസിൻ്റെ പാർട്ടായിട്ട് കാണിക്കത്തില്ല. അത് സെപ്പറേറ്റ് ഒരു ഡിസ്കൗണ്ട്, നമുക്കൊരു ഇൻകം പോലെ സെപ്പറേറ്റ് അതൊരു ഇൻകമായിട്ട് റെക്കോർഡ് ചെയ്യണം. സോ ഈ കേസിൽ ട്രേഡ് ഡിസ്കൗണ്ട് പർച്ചേസിൽ നിന്ന് ലെസ് ചെയ്ത് പർച്ചേസ് എമൗണ്ട് നെറ്റായിട്ട് കാണിക്കണം. ആൻഡ് 20,000 രൂപ അപ്പം തന്നെ കൊടുത്തു, ബാലൻസ് പിന്നെ കൊടുക്കണം. സോ അതിനകത്ത് കൊടുത്ത ബാങ്ക് ട്രാൻസാക്ഷൻ ഉണ്ട്, പിന്നെ ഒരു ലൈബിലിറ്റി അവിടെ ക്രിയേറ്റ് ആയി. എന്ന് വെച്ചാൽ 3 മാസം കഴിഞ്ഞ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു ലൈബിലിറ്റി ക്രിയേറ്റ് ആയി. സോ ഇതെങ്ങനെ അക്കൗണ്ട് ചെയ്യും രോഹിത്തിൻ്റെ ബുക്കിലൊന്ന് നോക്കാം. ഫസ്റ്റ് പർച്ചേസ് ചെയ്തു. പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്. സോ ഡെബിറ്റ് ചെയ്യണം. എത്ര ഡെബിറ്റ് ചെയ്യണം? 40,000 ചെയ്യാൻ പാടില്ല. എന്താണെന്ന് പറഞ്ഞാൽ ട്രേഡ് ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് അത് കുറച്ചിട്ട് 36,000 ആണ് ചെയ്യേണ്ടത്. 90% എന്ന് പറഞ്ഞാൽ 10% കുറച്ചു. പിന്നെ ഉള്ളത് ടാക്സ് കളക്ട് ചെയ്തത്. ഇവിടെ ടാക്സ് പേ ചെയ്തത് ഇൻപുട്ട് CGST അക്കൗണ്ട് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്ര ചെയ്യണം?
36,000-ൻ്റെ 9%, 3,240. SGST കൂടെ അത്ര തന്നെ. എപ്പോഴും CGST SGST ഒരേ എമൗണ്ട് തന്നെ ആയിരിക്കും, പെർസെൻറ്റേജ് സെയിം ആയിരിക്കും. സോ 3,240, 3,000. സോ ദിസ് ഈസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഇത് ഇയാൾക്ക് ഇനി ഫ്യൂച്ചറിൽ അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ഇത് അസെറ്റ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ഇനി സാംസ് അക്കൗണ്ട് 22,480 ആൻഡ് ബാങ്ക് അക്കൗണ്ട് 20,000 ഓൾറെഡി പെയ്ഡ്. സോ ബാങ്കിൽ 20,000 പോയി, സാംസ് അക്കൗണ്ട് ഒരു ലൈബിലിറ്റി ക്രിയേറ്റ് ആയതുകൊണ്ട് 22 ബാലൻസ് എന്ന് വെച്ചാൽ മൊത്തം 36,000 പ്ലസ് ടാക്സ് മൈനസ് 20,000 പേ ചെയ്തതിൻ്റെ ബാക്കി സാംസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലൈബിലിറ്റി രോഹിത്തിന് ലൈബിലിറ്റി ആയതുകൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്യണം. സോ ദിസ് ഈസ് എ ജേർണൽ എൻട്രി. ബീയിങ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം സാം, CGST ആൻഡ് SGST പേയബിൾ 9% ഈച്ച്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഗുഡ്സ് കോസ്റ്റിംഗ് 20,000 withdrawn for personal use. Such goods were purchased by paying CGST and SGST at 9% each. സോ ഒരു ബിസിനസ്സിൽ 20,000 കുറേ പർച്ചേസ് ചെയ്തതിന് 20,000 രൂപ അയാളുടെ പേഴ്സണൽ യൂസിന് എടുത്തിട്ട് പോയി. സോ അത് അയാളുടെ കൺസംഷൻ എന്ന് വെച്ചാൽ ഇനി ആ ഗുഡ്സ് ഇനി വിൽക്കുന്നില്ല. സോ അയാൾ തന്നെ അത് എൻഡ് യൂസ് ചെയ്തതുകൊണ്ട് അതിനകത്ത് നമ്മൾ പേ ചെയ്ത ടാക്സ്, അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അയാൾ എടുത്തിട്ടുണ്ടാവും, അത് ഇനി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത് ക്യാൻസൽ ചെയ്യണം. സോ ഇങ്ങനെയുള്ള കേസുകളിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ, അതെ ബിസിനസ് നടത്തുന്ന ആൾ തന്നെ ആ ഗുഡ്സ് യൂസ് ചെയ്താൽ അയാൾക്ക് ഇൻപുട്ട് ടാക്സ് എടുക്കാൻ പറ്റത്തില്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അതിൻ്റെ ഇത് എന്ന് വെച്ചാൽ ബെനിഫിറ്റ് കിട്ടത്തില്ല. സോ അത് നമ്മൾ ക്യാൻസൽ ചെയ്യണം. സോ ഈ കേസിൽ അയാൾ 9% ഓൾറെഡി CGST SGST മുമ്പ് പർച്ചേസ് ചെയ്ത സമയത്ത് കൊടുത്തായിരുന്നു. അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് അയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യണം. സോ ഇവിടെ 20,000 withdrawn for personal യൂസ് ആയതുകൊണ്ട് അക്കൗണ്ടിൻ്റെ പേര് ഡ്രോയിങ്സ് അക്കൗണ്ട് എന്നാണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ്, അത് അയാൾക്ക് ക്യാപിറ്റലിന് ഓപ്പോസിറ്റായ അക്കൗണ്ട് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ടോട്ടൽ 20,000 ആണ് അതിൻ്റെ പ്രൈസ്, പ്ലസ് ദിസ് ടാക്സ് എമൗണ്ട് കൂടെ ആഡ് ചെയ്യുമ്പം 23,600 വരും. ആൻഡ് പർച്ചേസ് ക്രെഡിറ്റ് ചെയ്യണം. എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളിത് വാങ്ങിച്ച സമയത്ത് പർച്ചേസിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ഗുഡ്സ് പോകുന്ന സമയത്ത് പർച്ചേസിനെ ക്യാൻസൽ ചെയ്യണം. സെയിൽസ് ആണെങ്കിൽ സെയിൽസ് എഴുതാമായിരുന്നു, പക്ഷേ ഇവിടെ സെയിൽസ് അല്ല നടന്നിരിക്കുന്നത്, പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്തുകൊണ്ട് പർച്ചേസിന് ക്രെഡിറ്റ് ചെയ്യണം. എത്രയാണ്? 20,000. ആൻഡ് ഇൻപുട്ട് ടാക്സ് കൂടി ക്യാൻസൽ ചെയ്യണം. സോ ഇൻപുട്ട് CGST 1,800, ഇൻപുട്ട് SGST 1,800 ക്യാൻസൽ ചെയ്യണം. സോ ഇവിടെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഓർക്കണം എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ട് CGST ആൻഡ് SGST ക്യാൻസൽ ചെയ്യുന്ന പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി പർച്ചേസ് ചെയ്ത സമയത്ത് അവിടെ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻപുട്ട് CGST ഇൻപുട്ട് SGST എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ സമയത്ത് അത് യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെ ക്യാൻസൽ ചെയ്യണം. ജേർണൽ എൻട്രി, ബീയിങ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ പേഴ്സണൽ യൂസ് ആൻഡ് ഇൻപുട്ട് ടാക്സ് ഡെബിറ്റഡ് പ്രീവിയസ്ലി റിവേഴ്സ്ഡ്. അത് റിവേഴ്സ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ, സോൾഡ് ഗുഡ്സ് ടു മൻപ്രീത് ഫോർ 1 lakh അറ്റ് എ ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് 20%, ചാർജഡ് IGST 12%. ഇവിടെ IGST ആണ് വന്നിരിക്കുന്നത്. IGST എന്ന് പറഞ്ഞാൽ ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് നടന്നിട്ടുണ്ട്. സോ 1 lakh ആണ് സെല്ലിംഗ് പ്രൈസ്, പക്ഷേ ട്രേഡ് ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് നെറ്റ് സെയിൽസ് എത്രയായിരിക്കും? 1 lakh മൈനസ് 20% എന്ന് പറഞ്ഞാൽ 80,000 ആയിരിക്കും. ആ 80,000 കൂടെ IGST കൂടെ ആഡ് ചെയ്താണ് മൻപ്രീതിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. സോ മൻപ്രീത് അക്കൗണ്ടിൽ എത്ര ഡെബിറ്റ് ചെയ്യണം? 89,600 എന്ന് പറഞ്ഞാൽ 1 lakh മൈനസ് 20%, ദാറ്റ് ഈസ് 80,000. 80,000-ൻ്റെ കൂടെ അതിൻ്റെ 12% കൂടെ ആഡ് ചെയ്യുമ്പം 9,600 ആണ് 12%. സോ 89,600 മൻപ്രീത് അക്കൗണ്ട് ഡെബിറ്റ്. സെയിൽസ് അക്കൗണ്ട് എത്രയാണ്? 80,000 ആണ്. 1 lakh ഇൻറ്റു 80% ടു ഔട്ട്പുട്ട് IGST. ഇവിടെ ഔട്ട്പുട്ട് IGST അയാൾ കളക്ട് ചെയ്ത എമൗണ്ട്. സോ ഇറ്റ്സ് എ ലൈബിലിറ്റി. ലൈബിലിറ്റി അയാൾക്ക് എത്രയായിരുന്നു? 9,600. ഇത് ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ട പൈസയാണ്. സോ ലൈബിലിറ്റി ആവും. ലൈബിലിറ്റി എന്ന് പറയുന്നത് ക്രെഡിറ്റ് ചെയ്യണം 9,600. സോ ബീയിങ് ഗുഡ്സ് സോൾഡ് ടു മൻപ്രീത് അറ്റ് ട്രേഡ് ഡിസ്കൗണ്ട് 20% ആൻഡ് IGST ചാർജ് 12%. നെക്സ്റ്റ്, ഗുഡ്സ് ഓഫ് ലിസ്റ്റ് പ്രൈസ് ഓഫ് 20,000 റിട്ടേൺഡ് ബൈ മൻപ്രീത്. സോ ഈ 1 lakhൽ 20,000 എന്നുള്ള ഗുഡ്സ് ലിസ്റ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ബിഫോർ ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നതിന് മുമ്പുള്ള 20,000 rupees വർത്ത് ഗുഡ്സ് മൻപ്രീത് റിട്ടേൺ ചെയ്തു.
സോ അത് ഫസ്റ്റ് സെയിൽ നടത്തി സെയിൽ റിട്ടേൺ ചെയ്യുന്ന പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ. സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ആണെങ്കിൽ സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ആയിരിക്കും. സോ സെയിൽസ് റിട്ടേൺ എത്രയാണ്? 20,000 ലിസ്റ്റ് പ്രൈസ് മീൻസ് ബിഫോർ ട്രേഡ് ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നതിന് മുമ്പുള്ള പൈസ. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് നമ്മൾ 80,000 ഇവിടെ റെക്കോർഡ് ചെയ്തത്. സോ ഇവിടെ കൂടെ ആ ട്രേഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പൈസ റെക്കോർഡ് ചെയ്യണം. സോ സെയിൽ റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് 16,000. ഇവിടെ ഔട്ട്പുട്ട് IGST 9,600 ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്തു. പക്ഷേ നമുക്കത് തിരിച്ച് കിട്ടിയ സമയത്ത് അത് നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഔട്ട്പുട്ട് IGST അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് എത്രയാണ്? 16,000ൻ്റെ 12%, 19,020. മൻപ്രീത് അസറ്റ് കൂടി കുറച്ച് റെഡ്യൂസ് ആവും. സോ റെഡ്യൂസ് ആകുമ്പോഴത്തേക്ക് അതുകൂടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ഡെബിറ്റ് ചെയ്തു, ഇവിടെ ക്രെഡിറ്റ് ചെയ്യണം. മൻപ്രീത് അക്കൗണ്ട് ടോട്ടൽ എമൗണ്ട് 17,920 ബീയിങ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ മൻപ്രീത്. സോ ഇതാണ് ഇന്നത്തെ GST അക്കൗണ്ടിങ് വിത്ത് കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അങ്ങനെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കും കൂടെ ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും ഫ്യൂച്ചറിൽ. സോ ഞാൻ ഇനിയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു.